ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാവിലെ പള്ളിയിൽ പോയിട്ട് വരുവാണേ. നോയമ്പ് കാലമല്ലേ, പള്ളിയിൽ പോയേക്കാമെന്ന് കരുതി. പള്ളിയിൽ പോയി കുർബാനയിലൊക്കെ സംബന്ധിച്ച് തിരിച്ചു വരുവാണ്. നടന്നാണ് വരുന്നത് കേട്ടോ. ഇത് ഞങ്ങളുടെ റോഡാണേ. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം, നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടണം. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ വേനൽക്കാലമല്ലേ, എപ്പോഴും വെള്ളം വേണം. അതുകൊണ്ട് ഒരു കലം വെള്ളം ഇൻഡക്ഷൻ കുക്കറെ വെച്ച് ആദ്യമായിട്ടങ്ങ് തിളപ്പിക്കാമെന്ന് കരുതി. അതിനുശേഷം ഉണക്കക്കപ്പ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴുകി എടുക്കുവാണേ. ഭയങ്കര വേവുള്ള കപ്പയാണ്. കുക്കറിൽ വെച്ച് ഒരു 10 വിസിലെങ്കിലും അടിച്ചെങ്കിൽ മാത്രമേ കപ്പ വേകുകയുള്ളൂ. എന്നാലും നന്നായിട്ട് വെന്ത് കുഴയുകയില്ല, അതുപോലെയുള്ള കപ്പയാണേ. അതുകൊണ്ട് കുക്കറിൽ വെച്ച് കപ്പ വേവിക്കാമെന്ന് കരുതി കപ്പ കഴുകിയെടുത്ത് കുക്കറിലിട്ട് വേവിക്കുകയാണേ. വേവിച്ച് മീൻ ചമ്മന്തിയും കടുമാങ്ങായും കൂടി കാപ്പി കഴിഞ്ഞു. അതിന് ഉച്ചയ്ക്കുള്ള കറിക്ക് വേണ്ടി ഒരു ക്യാരറ്റ് ചാറ് വെക്കാനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു സവോളയും അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു തക്കാളിക്കയും അരിഞ്ഞെടുത്തു, കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ക്യാരറ്റ്, തക്കാളിക്ക, സവാള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ കുറച്ച് തേങ്ങയും കുറച്ച് ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഈ ഉഴുന്ന് നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ കുറച്ച് ഉഴുന്നേ ഉള്ളത് കൊണ്ട് തേങ്ങയും ഉഴുന്ന് വറുത്ത് കഴിയുമ്പോൾ അതും കൂടി അരച്ചെടുത്താലും മതി. കറികളൊക്കെ കൂടുതൽ കറി വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉഴുന്ന് തന്നെ പൊടിച്ചെടുക്കണം, തേങ്ങ അരച്ചു എടുക്കണം. ആദ്യമായിട്ടൊരു പാത്രത്തിലേക്ക് ക്യാരറ്റും സവോളയും തക്കാളിക്കയും പച്ചമുളകും ഇഞ്ചിയും കൂടിയിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. എല്ലാം നകക്കെ കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. തീയെ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റ് പകുതി വേവായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഒരുപാട് വെന്ത് കുഴയണ്ട, അല്ലെങ്കിൽ ക്യാരറ്റ് അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകുകയല്ല. ഉഴുന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഈ തക്കാളിക്കായ്ക്ക് പകരം തൈര് ചേർത്താലും നല്ലതാണേ. തൈര് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ കറിക്കൊരു പുളി വേണം, അതിനു വേണ്ടിയാണ് തക്കാളിക്ക ചേർക്കുന്നത്. ക്യാരറ്റ് വെന്ത് വരുന്നേ ഉള്ളൂ, കുറച്ചുകൂടി ഒന്ന് വേകണം. ഒരു 5 മിനിറ്റും കൂടി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും വറുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പും തേങ്ങയും കൂടി അരച്ചു എടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ക്യാരറ്റും സവോളയും പച്ചമുളകും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും ഉഴുന്ന് പരിപ്പും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് വെട്ടിത്തിളയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് തിള പൊട്ടി വന്നാൽ മതി. അപ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കറി. സിമ്പിളായിട്ട് ക്യാരറ്റ് കറി വെക്കാം. നിങ്ങളൊക്കെ വച്ചിട്ടുണ്ടായിരിക്കുമല്ലേ, എല്ലാവരും വച്ചിട്ടുള്ള കറിയാണിത്. എല്ലാവർക്കും അറിയാവുന്ന കറിയാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഇത്രയേ അതിന് പണിയുള്ളൂ. ഇപ്പോൾ അളവേം തിള പൊട്ടി വന്നിട്ടുണ്ടേ. അപ്പോഴേക്കും ഉള്ളിയും കറിവേപ്പിലയും കടുകും കൂടി മൂപ്പിച്ച് വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർക്കാം. നല്ല സ്വാദുള്ള ഒരു കറിയാണ് കേട്ടോ. ചോറിന് കൂട്ടാൻ നല്ല സൂപ്പർ ഒരു കറിയാണ് ക്യാരറ്റ് കറിയെ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് കണ്ടാലോ. ഇതുകൊണ്ട് അങ്ങ് മരത്തിലൊരു കാക്ക ഇരിപ്പുണ്ട്. ഇപ്പോൾ പറന്നു പോവേ, ഇപ്പോൾ പറക്കും. കണ്ടോ, പറന്നുപോയി. പറന്ന് ആ മരത്തിൽ പോയി ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. കാറ്റടിക്കുന്നുണ്ട്.
ഇവിടെ എപ്പോഴും കാറ്റാണേ. കാക്കയങ്ങ് പറന്നുപോയി. ഇപ്പോൾ ഒരു ഉപ്പനെ കാണിക്കാം കേട്ടോ. ദേ ഒരു ഉപ്പൻ പറന്നു പോകുന്നു കേട്ടോ. ഏണ്ട ആ ജാതിയെ പോയി ഇരിപ്പുണ്ട് ഒരു ഉപ്പൻ. ഇതാണ്ട് പോന്നു. ഇവിടെ ഉപ്പനുണ്ടേ. ഇനി ഇത് ഞങ്ങളുടെ ഒരു സുന്ദരിയാണ് കേട്ടോ. സുന്ദരിക്കൊല, വാഴക്കൊല. വിളഞ്ഞു വരുന്നതേ ഉള്ളൂ. നല്ല മധുരമുള്ള പഴമാണ് സുന്ദരിപ്പൂവൻ. ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഇനിയൊരു കാര്യം ഞാൻ പറയാവേ. വേണേൽ ചക്ക വേരേലും കായ്ക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? അത് ഞാൻ കാണിക്കാവേ. ഇതാണ് വേണേൽ ചക്ക വേരേലും കായ്ക്കുമെന്ന് പറയുന്നത്. കണ്ടോ, വേരേലും കായ്ച്ചു കിടക്കുന്നുണ്ടോ? പ്ലാവിൻ്റെ ചോട്ടിൽ ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.